hallelujah, 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 hallelujah. Praise the Lord. Praise the Lord. കുമ്പസാരിക്കാൻ ബഹുമാനപ്പെട്ട വൈദികർ ഈ സ്റ്റേജിൻ്റെ വലതുവശത്തായിട്ടുണ്ട്. കുമ്പസാരിക്കേണ്ടവർ ഈ വശത്ത് വന്ന് നിന്ന് കുമ്പസാരം ആരംഭിക്കാവുന്നതാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇന്നലെ ഒരു സങ്കീർത്തനം പഠിച്ചു, ഓർക്കുന്നുണ്ടോ? എന്താണത്? കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവൻ, ഇടത്തെ കാരുണ്യം എന്നെ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഒരെണ്ണം പഠിച്ചു. ഇന്ന് നമുക്ക് വേറൊരു സങ്കീർത്തനം പഠിച്ചാലോ? ഇത് 34-ാം സങ്കീർത്തനമാണ്. 34-ാം സങ്കീർത്തനം പാടിയായിരുന്നോ? ഇല്ല. ഈ സങ്കീർത്തനവും ഈശോയെക്കുറിച്ചാണ് ഇതിൻ്റെ പിന്നീട് ഭാഗങ്ങളിൽ, അവസാന ഭാഗങ്ങളിൽ പറയുന്നത്. ഈശോയുടെ പീഡാനുഭവത്തിൽ അവസാനം അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല, അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. ഇതാരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഈശോയുടെ പീഡാനുഭവത്തിൽ, ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ചാണ്. അപ്പോൾ യേശു തന്നെ പാടിയ ഈ സങ്കീർത്തനം 34-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ചും അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി എന്നതിനെ കുറിച്ചും രുചിച്ചറിയുവിൻ കർത്താവ് എത്ര നല്ലവനാണെന്നതിനെ കുറിച്ചും സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുക. എല്ലാവരും ഒന്ന് പാടിയേ. സിംഹമാണ് കാട്ടിലെ രാജാവ്. കാട്ടിലെ രാജാവിൻ്റെ കുഞ്ഞിന് ഇരകിട്ടാതിരുന്നാലും കർത്താവിനെ അന്വേഷിക്കുന്ന നമുക്ക് വല്ലതിന് കുറവുണ്ടാകും. അതാണ് പടി. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എല്ലാവരും കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇതിന്റെ ആരംഭം മുതൽ നമ്മൾ പാടി പഠിക്കാൻ പോവുകയാണ്. പാടാം. ആദ്യം കുറച്ച് കേൾക്കാം, പിന്നെ നിങ്ങൾ ഏറ്റുപാടാം.
അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ടാനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ടാനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്താവിനെ ഞാൻ പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ടാനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ടാനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. 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 ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നവരെ രക്ഷിക്കുകയും ചെയ്തു. എല്ലാവരും ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നവനെ രക്ഷിക്കുകയും ചെയ്തു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നവരെ രക്ഷിക്കുകയും ചെയ്തു. നിലവിളിക്കണം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. 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 കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു എല്ലാവരും ശബ്ദം വലഞ്ഞേക്കാം. ഉയരട്ടെ. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ ഞാൻ പറയുന്നതു കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. മക്കളെ ഞാൻ പറയുന്നതു കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നു. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അതരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ. എല്ലാവരും തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. ചേർന്ന് പാടാം. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനമന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്നു വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. എല്ലാവരും ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്നു വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിനു നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്നു. ഹൃദയമുറുകിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എല്ലാവരും ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവരെ മോചിപ്പിക്കുന്നു. എല്ലാവരും നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവരെ മോചിപ്പിക്കുന്നു. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിലൊന്നു പോലും തകർക്കപ്പെടുകയില്ല. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിലൊന്നു പോലും തകർക്കപ്പെടുകയില്ല. അവയിലൊന്നു പോലും തകർക്കപ്പെടുകയില്ല. അവയിലൊന്നു പോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. തിന്മ ദുഷ്ടരെ സംഹരിക്കും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്കു വിധിക്കപ്പെടുകയില്ല. കർത്താവ് തന്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു.
അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്കു വിധിക്കപ്പെടുകയില്ല. കർത്താവിനെ ഞാൻ എന്നും കൈകളും പൊക്കി അടിച്ചു ഇപ്പോൾ എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. ശബ്ദമുയർത്തി ഏറ്റുപാടിക്കൊണ്ടുള്ളുന്നു പീഡിതർക്ക് ആനന്ദിക്കട്ടെ, എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോൾ എന്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ, എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. 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 കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഒന്ന് പാടിയേ. എന്താ കേട്ടത്? ഇപ്പോ സിംഹക്കുട്ടിക്ക് ഏര കിട്ടാതിരുന്നാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവുണ്ടാകില്ല. മനസ്സിലായോ? സിംഹത്തിന്റെ കുഞ്ഞിന് ഇര കിട്ടാതിരുന്നാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവുണ്ടാകില്ല. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നുവോ? ഒന്ന് പാടിയെല്ലാവരും. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. എല്ലാവരും കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്നുകൂടി എല്ലാവരും ശബ്ദം ഉയർത്തി ഉച്ചസ്വരത്തിൽ പാടിക്കൊണ്ട് കൈയടിച്ച്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കുറച്ചുകൂടി വേഗം പാടിയാലോ? കുറച്ചുകൂടി ഫാസ്റ്റ് പാടിയാലോ? പാട്. എങ്ങനെയാണത്? സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ശരിയായില്ല. നിങ്ങളെല്ലാവരും പാടണില്ല. എല്ലാവരും ഒന്ന് പാടിയ. ഒന്ന് ആദ്യം ഒന്നും കൂടി പറഞ്ഞ്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വലഞ്ഞേക്കാം. വെരി ഗുഡ്. ഇവിടെ ഈ സഹോദരിമാരൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്. ഇവിടെ ചേട്ടന്മാരാണ്. ഒന്ന് സഹോദരന്മാരൊന്ന് ഉച്ചത്തിൽ പാടിയേ. സഹോദരന്മാര് മാത്രം പാടിയേ. സിംഹക്കുട്ടികൾ ചെന്നു വലഞ്ഞാവിനെ. ഓക്കെ, ഇനി സഹോദരിമാര് മാത്രം ഒന്ന് പാടിയേ. അത് വിശന്നു. ശേ, ഇവിടെ ഈ കൊച്ചു പിള്ളേർ മാത്രമേ പാടണുള്ളൂ. പുറയിൽ നിൽക്കണവരൊന്നും പാടുന്നില്ല. പുറയിൽ നിൽക്കണവരെല്ലാവരും ഒന്നും പാടി. ഇനി കൊച്ചു പിള്ളേരും മിണ്ടാതിരിക്കണേ. ഒന്ന് കേൾക്കാൻ നമുക്ക് അമ്മച്ചിമാര് പാടണ്ടാന്ന്. പിള്ളേരും മിണ്ടാതിരിക്കണേ. അമ്മമാര് ചേച്ചിമാരൊന്ന് പാടിയേ. യെസ്. കർത്താവിനെ. വെരി ഗുഡ്.
ഇത് കേട്ടോ, കർത്താവ് ഈശോ മിശിഹ സ്വന്തം അധരം കൊണ്ട് എന്നും പാടിയിരുന്നതും ഈശോയ്ക്ക് 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവ് പാടിയിരുന്നതും ഇസ്രായേൽ ജനം മുഴുവനും പാടിയിരുന്നതും പരിശുദ്ധ അമ്മ മാതാവ് പാടിയിരുന്നതും ആ ഗാനമാണിത്. അതാണ് അവർ അത്രയും ധൈര്യം. ഇനി എല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് പാടിയേ. സിംഹ കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നും. എന്താണ് കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ധ്യാനത്തിലൂടെ, ഈ 5 ദിവസത്തെ വചന കേൾവിയിലൂടെ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടോ? നമ്മൾ അറിഞ്ഞോ? ഇങ്ങനെ കൂടുതലായി നമ്മൾ അറിയണം. അതാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. ആ അറിവ് നമ്മൾക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹവും സമൃദ്ധിയും എല്ലാം വർദ്ധിക്കും. അരുവിൻ, നമുക്കെല്ലാവർക്കും ശബ്ദമുയർത്തി ഉച്ചസ്വരത്തിൽ ഇനി ശരിക്കും നല്ല വേഗത്തിൽ പാടി ഡാൻസ് ചെയ്ത് പാടാം. ദാവീദ് രാജാവൊക്കെ സങ്കീർത്തനം പാടിയിരുന്നപ്പോൾ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ആടിപ്പാടിയിരുന്നു. ഒന്നാടിപ്പാടിയേ. പറ്റേ നമ്മൾക്ക് എപ്പോഴും പേടിയാണ്. എന്തിനെ പേടിക്കണേ? ആരെല്ലാം നമ്മുടെ കൂടെയുണ്ട്? കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാവൽ മാലാഖമാര് നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച്. നമ്മൾ ഓരോരുത്തരുടെയും ചുറ്റും കർത്താവിന്റെ ദൂതന്മാര് ഉണ്ട്. വിശ്വസിക്കുന്നുവോ? നമുക്കൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഓക്കെ, ഇനി എല്ലാവരും റെഡി? ഇനി ശരിക്കും ആടി പാടാമോ? റെഡി, സ്റ്റാർട്ട്. ഒന്ന് ഓഫ് ചെയ്തോ.